പരവൂർ മുനിസിപ്പൽ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ചെറിയൊരു ഡയറക്ടറിയുടെ പ്രകാശനം. ഈ ഡയറക്ടറിയിൽ അഡ്വക്കേറ്റ്സിന്റെയും അഡ്വക്കേറ്റ് ക്ലർക്കിന്റെയും കോൺടാക്ട് നമ്പർ അടക്കം മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ എല്ലാമുണ്ട്. കോടതിയുടെ മുൻകാല ചരിത്രങ്ങൾ, കോടതിക്ക് ഇനി വരേണ്ട നേട്ടങ്ങൾ, ഇപ്പോഴത്തെ ഭരണസമിതി കോടതിക്ക് വേണ്ടി നേടിയെടുത്ത നേട്ടങ്ങൾ, അങ്ങനെ പലതും. ഡയറക്ടർ പുറത്തിറക്കിയ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത് ഇങ്ങനെയാണ്: കോടതി മുറിക്കുള്ളിൽ തികഞ്ഞ മര്യാദയും ബഹുമാനവും നിറഞ്ഞ ആ സാഹചര്യത്തിൽ, കോടതിയെപ്പോലും തൊഴിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പല സാധാരണക്കാരും വന്ന് ഒരു അഡ്വക്കേറ്റ്സിന്റെ നമ്പർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലർക്കിന്റെ നമ്പർ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം സാധാരണക്കാരെ സഹായിക്കണമെന്ന് കരുതിയാൽ പോലും കോടതിയുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ചുകൊണ്ട് സാധിക്കാറില്ല, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ സാധിക്കാറില്ല. എന്നാൽ ഇത്തരം വിഷയങ്ങൾക്ക് കൃത്യമായ പരിഹാരമുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ഒരു ഡയറക്ടറി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പരവൂർ ബാർ അസോസിയേഷന് നേതൃത്വത്തിലുള്ള ഒരു ഡയറക്ടറി പ്രകാശനമായിരുന്നു. ഡയറക്ടറിയിലെ അഡ്വക്കേറ്റ്സിന്റെ വിവരങ്ങൾ, നമ്മുടെ കോടതിയുടെ ചരിത്രം, പരവൂരിൽ മുമ്പുണ്ടായിരുന്ന കോടതിയുണ്ട്, അതിനെ തുടർന്നാണ് ഇപ്പോൾ 4 കോടതികൾ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് കോടതി സമുച്ചയം മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് കോർട്ട് കോംപ്ലക്സ് എന്നൊരു ലക്ഷ്യമാണ്. കോർട്ട് കോംപ്ലക്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറക്ടറിയാണ് ഇപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്തത്. നിലവിൽ ഈ പ്രദേശത്ത് ഇവിടെ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയും മറ്റ് വാടക കെട്ടിടത്തിലാണ് 2 കോടതികൾ പ്രവർത്തിക്കുന്നത്. അവിടുന്ന് മാറിക്കൊണ്ട് ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു കോർട്ട് കോംപ്ലക്സ് എന്നുള്ള രൂപത്തിലേക്ക് ഇവിടെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാമാണ് നമ്മുടെ ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ബൈജുരാജ് എന്നാണ്. അഡ്വക്കേറ്റ്. നമ്മുടെ 20 വർഷത്തോളം ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് കൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, 20 വർഷം മുമ്പ് നമ്മളൊരു ഡയറക്ടർ ഇറക്കിയപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് അഡ്വക്കേറ്റ്സ് നമ്മളെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കോടതികളുടെ എണ്ണം കൂടി 2-3 കോടതികൾ ഇപ്പോൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി കോടതി വന്നപ്പോഴത്തേക്കാണ് ഒട്ടനവധി അഭിഭാഷകർ ഈ അഭിഭാഷക പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പേര് ഈ നമ്മളെ ഈ പരവൂർ ടൂറിസ്റ്റ് സെൻ്ററിലും ഈ പരവൂർ സെൻ്ററിലേക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ടൊരു ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ ഇവിടെ ഒന്നുമില്ലാത്തതാണ് ബാർ അസോസിയേഷനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇവിടെ മൈക്ക് സെറ്റിലായിരുന്നു, മൈസ്റ്റാൻഡിലായിരുന്നു, അതെല്ലാം നമ്മൾ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് കയറിയ സമയത്ത് ഇവിടെ നേരത്തെ ഈ ഫംഗ്ഷൻ നടത്തിയ സമയത്ത് ഇവിടെ മൊത്തം തുളിയൊക്കെ ആയിരുന്നു. MLA കൊണ്ട് നമുക്കൊരു 25 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഫാമിലി കോടതിയായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി കോടതിയിലേക്ക് ചെല്ലത്തക്ക രീതിയിൽ വെള്ളക്കെട്ടായിട്ട് കിടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ മണ്ണിട്ട് നികത്തി ഞങ്ങളൊരു റോഡ് ഫോർമാറ്റ്, അത് തന്നെ വലിയൊരു റിസ്കി പരിപാടിയായിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ റോഡെന്ന രീതിയിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു കാരണവശാലും അത് അംഗീകരിക്കാത്ത ആ റോഡ് ഞങ്ങൾക്ക് വിട്ടുതരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെല്ലാം മാറിക്കൊണ്ട് ഞങ്ങൾ ആ റോഡൊക്കെ ഞങ്ങൾ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് നല്ല ഗതാഗത യോഗ്യമായ റോഡാക്കി മാറ്റി. അപ്പോൾ ഇതിനിപ്പോൾ ഞങ്ങൾക്കുള്ള സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് ഒന്ന് കെട്ടണമെന്നുള്ളതാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാർ അസോസിയേഷൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ബിൽഡിംഗ് സംബന്ധിച്ച് 2ാമത്തെ നില നമുക്ക് പണിയാൻ പറ്റുന്നൊരു സാഹചര്യം. ഇതെല്ലാം ഡയറക്ടറിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഡയറക്ടർ നമ്മൾ ആ കാര്യം പ്രതിപാദിക്കുന്നതിൽ പോലും നമ്മൾ ഡയറക്ടർ സംഭവിച്ച ഡയറക്ടർ നമ്മൾ ഇവിടെയുള്ള ഇത്രയും വർഷത്തെ വക്കീലന്മാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. വക്കീലന്മാരുടെ പേരറിയാൻ വയ്യ, വക്കീലന്മാരുടെ അഡ്രസ്സ് അറിയാൻ വയ്യ, ഒന്നും അറിയാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് എല്ലാ അഭിഭാഷകരെയും നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിളിക്കാനും സഹകരിക്കാനും വേണ്ടുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു ഡയറക്ടർ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വക്കീലന്മാരെയൊക്കെ ഒന്ന് വിളിക്കണമെന്നുണ്ടെങ്കിലും വക്കീലന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വക്കീലിനടുത്ത് ചോദിക്കും, പെട്ടെന്ന് ഈ നമ്പേഴ്സ് എടുക്കാൻ പാടായിരിക്കും. എല്ലാ വക്കീലന്മാരെ സംബന്ധിച്ച് എല്ലാവരും നമ്പറൊന്നും തിരക്കിലും കൂടിയാണ്. തിരക്കിലും കൂടെ. അതുപോലെ വക്കീലന്മാരെ സംബന്ധിച്ച് എല്ലാവരെയും നമ്പേഴ്സ് എല്ലാ വക്കീലന്മാരെ മൊബൈലിൽ കാണണമെന്നില്ല. ഇപ്പം വാട്സപ്പ് വന്നതിന് ശേഷം ഒരു നമ്മളുടേതായിട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാ അഭിഭാഷകർക്കും ഒരേപോലെ തന്നെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് അഭിഭാഷകർ, പ്രത്യേകിച്ച് നമ്മളെ ഈ ആൽഫബറ്റിക് ഓർഡർ കിടക്കുന്നതുകൊണ്ട് നമുക്കത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുക ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇവിടെ പരവൂർ ഇപ്പം നേരത്തെ ഞങ്ങളൊക്കെ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 50-60 വക്കീലന്മാർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 170-180 വക്കീലന്മാർ പ്രാക്ടീസിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തന്നെ ഈ ഡയറക്ടർ ഇറങ്ങിയതിന് ശേഷം തന്നെ ഒരുപാട് വക്കീലന്മാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഈ പരവൂർ ബാർ അസോസിയേഷൻ സംയുക്തമായി ചേർന്നുള്ള ഡയറക്ടറിയുടെ പ്രകാശനമായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഫാമിലി കോടതി ജഡ്ജി ശ്രീ ബെവിന മനാടൻ അവിടെയാണ്. ഡയറക്ടറിൽ അഡ്വക്കേറ്റ്സിന്റെ ഫുൾ അഡ്രസ്സ്, പേര്, ഡിസിഗ്നേഷൻ, ബ്ലഡ് ഗ്രൂപ്പ്, അവരുടെ അഡ്രസ്സ്, ഇമെയിൽ നമ്പർ, അവരുടെ ക്ലാർക്കിന്റെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ മൊത്തം ആഡ് ചെയ്ത് ആണ് ഈ ഡയറക്ടറി ഇറക്കുന്നത്. പിന്നെ കൊല്ലം ജില്ലയിലുള്ള വിവിധ കോടതികളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ
എന്നിവയെല്ലാം കൊല്ലം ജില്ലയിലുള്ള. ഇതിനു മുമ്പ് ഡയറക്ടർ ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഡയറക്ടർ 20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നുള്ളത്. അത് അപൂർണമായിരുന്നു. ഇവിടെ എത്ര ക്ലർക്കുമാരുണ്ടോ? ഇവിടെ ഞങ്ങൾ 25 വെൽഫെയർ അംഗങ്ങളുണ്ട്. അല്ലാതെ 6-7 ക്ലാർക്കന്മാരുണ്ട്. അല്ലാതെ ഈ വെൽഫെയർ അല്ലാത്ത ക്ലാർക്കന്മാരുണ്ട്. താങ്കൾ ക്ലർക്ക് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പേരെങ്ങനെയാണ്? അജയ് കുമാർ. എങ്ങനെ തോന്നുന്നു ഈ ഒരു പ്രവർത്തനം? ഇത് വളരെ എൻ്റെ ഒരുപാട് കാലത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കളർഫുള്ളായ ഒരു പരിപാടിയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഡയറക്ടറെ പ്രകാശനം ചെയ്യുന്നത്. അതിൽ ജുഡീഷ്യൽ ഓഫീസർമാർ. താങ്കളുടെ ഓർമ്മയിൽ അതെ. ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ്സുമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. നമ്മളെ ക്ലർക്ക് അസോസിയേഷനായിട്ട് സഹകരിച്ച് നമ്മളെ ക്ലർക്ക് അസോസിയേഷൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഇവരെ 3 പേരെ ഫോട്ടോ അതിനകത്തുണ്ട്. പിന്നെ നമ്മളുടെ ഏത് വക്കീലിൻ്റെ കീഴിൽ ഏത് ക്ലർക്ക് ജോലി ചെയ്യുന്നു അതിൻ്റെ ആ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ഈ ഒരു ഡയറക്ടർ എത്ര പേജടങ്ങുന്നതാണ്? അത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 50 പേജോളം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി ഒരുപാട് അല്ലാതുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. മുനിസിപ്പാലിറ്റിയുടെ ഡീറ്റെയിൽസുകൾ, അല്ല ഹോസ്പിറ്റലിലെ പിന്നെ ഫോൺ നമ്പറുകൾ, അങ്ങനെ ഈ ഫയർഫോഴ്സിൻ്റെ, അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോഴത്തേക്ക് ആ ഡയറക്ടറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ പലരെയും ഫോൺ നമ്പറുകൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. പരവൂർ ബാർ അസോസിയേഷൻ ആയാലും ക്ലർക്ക് അസോസിയേഷൻ ആയാലും ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 18 വർഷത്തിൽ കൂടുതലായി. ഇപ്പോഴുവരെയും ഇവിടെ ഇത് ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴ് ഈ ബാർ അസോസിയേഷൻ്റെയും ക്ലർക്ക് അസോസിയേഷൻ്റെയും പുരോഗതി വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ ഡയറക്ടറെ അനാച്ഛാദനം ചെയ്യാൻ ഇവിടെ കഴിഞ്ഞത്. 10-25 വർഷമുണ്ട്? ഞാൻ ഈ ബാറിന് 32 വർഷമായിട്ടുണ്ട്. 32 വർഷം. അപ്പോൾ ഈ ബാറിന്റെ ചരിത്രമൊക്കെ താങ്കൾക്ക് അറിയാൻ കഴിയും? പരവൂരിൻ്റെ ഏകദേശം 500 കൊല്ലത്തെ ഹിസ്റ്ററിയെ കുറിച്ചൊരു ധാരണയുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ ഡയറക്ടറിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഈ ഡയറക്ടറിയിൽ പ്രധാനമായിട്ടും ഈ ബാറിലെ ഭാരവാഹികൾ അവരുടെ പ്രവർത്തന മേഖല, നിയമവാഴ്ചയെക്കുറിച്ചുള്ളൊരു ഉൾക്കാഴ്ച, പരവൂരിലെ നിയമവാഴ്ചയിൽ അതിപുരാതന കാലം മുതലേ ഉള്ള ഒരു ഇടപെടിയിൽ, സാംസ്കാരികവും കൾച്ചറലായിട്ടുള്ള ഡെവലപ്മെൻറ്റിലുള്ള ഒരു ഇടപെടിയിൽ തുടങ്ങി വസ്തുതകളാണ്. പിന്നെ എല്ലാ ആക്റ്റീവ് പ്രാക്ടീസുള്ള ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെയും ഫോട്ടോയും ഫോൺ നമ്പരും വിവരങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു സമ്പൂർണ്ണമായ എൻസൈക്ലോപീഡിയ പോലെ തന്നെ പരവൂർക്കാർക്ക് ഉപയോഗിക്കും. ഞാനാണ് അതിൽ മാനേജിങ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വക്കീലന്മാർക്ക് മാത്രമല്ല നമ്മുടെ കക്ഷികൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വളരെ മനോഹരമായ ഒരു ഡയറക്ടർ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. പലരും ഡയറക്ടർ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. വളരെ പരസ്യങ്ങൾ ഞങ്ങളെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഇതിനുമായിട്ട് സഹകരിച്ച ആർട്ടിക്കിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടി സഹകരിച്ചവരുണ്ട്. അങ്ങനെ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ് ഈ അവസരത്തിൽ. ഇതിനകത്ത് ഈ അഡ്വക്കേറ്റ്സിൻ്റെയും ക്ലർക്കന്മാരുടെയും കോൺടാക്ട് അങ്ങനെ അതല്ലാതെ മറ്റെന്തുണ്ടോ ഡയറക്ടറിയിൽ? നമ്മുടെ മറ്റ് പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഫോൺ നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് നമ്മുടെ ട്രെയിൻ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, കോടതിയിലെ ഫീസ് നിരക്കിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തായി കോടതിയുടെ ഫീസ് നിരക്കിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല വിശദമായി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കക്ഷികൾക്ക് പ്രയോജനപ്പെടും എന്നാണ് കരുതുന്നത്. ഇത് അഡ്വക്കേറ്റ്സിൻ്റെയും ക്ലർക്കിൻ്റെയും കയ്യിൽ ഡയറി ഉണ്ടാവും, ഡയറക്ടർ. പക്ഷേ പൊതുജനങ്ങളുടെ കയ്യിലെത്തിക്കാൻ ഞങ്ങൾ പരമാവധി ഓരോ സ്ഥാപനങ്ങൾ, ഞങ്ങൾക്ക് പരസ്യം നൽകിയ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ അഡ്വക്കേറ്റ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചല്ല ഡയറക്ടർ പ്രസിദ്ധീകരിച്ചത്. ഞങ്ങളിവിടെ ഏകദേശം 150 അഡ്വക്കേറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു 650 ഡയറക്ടറിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 650 ഡയറക്ടറി 650 കൈകളിൽ എത്തുമ്പോൾ അത് നമ്മുടെ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പാസ്സാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശരി, ഇതിന്റെ പിന്നിൽ എത്ര പേരുടെ ഒരു പ്രവർത്തനമാണ്? ഇത് ഞങ്ങൾ ഈ ബാർ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളും ഇതിനകത്ത് ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പം 150 പേരും ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ടാണ് ഇത് ഡയറക്ടർ പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു ഡയറക്ടറി വലിയൊരു ആഘോഷപൂർവ്വമാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വർഷം, ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ടുകളായിട്ട് നമുക്കൊരു ഡയറക്ടർ ഇല്ല. അതിനുശേഷം ധാരാളം അഭിഭാഷകർ ഇവിടെ എൻറോൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോടതികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്.
അപ്പം വെളിയിൽ നിന്ന് വരുന്ന അഭിഭാഷകരെക്കാൾ പ്രാധാന്യം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന പുതിയ ജൂനിയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആരെങ്കിലും ഒരു അഭിഭാഷകനെ തിരക്കി വന്നാലോ നമുക്ക് കൃത്യമായ ഒരു അഡ്രസ്സോ നമ്പറോ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതിനു വേണ്ടിയുള്ളൊരു കൂട്ടായ ശ്രമമായിരുന്നു ഈ ഡയറക്ടറിയുടെ ശ്രമം. അത് കുറേ വർഷങ്ങളായിട്ട് നടന്നു വരികയായിരുന്നു. ഇപ്പോഴെങ്കിലും അത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ യൂണിറ്റിയുടെ ഒരു ഭാഗം കൂടിയാണ്. ഞങ്ങൾ തങ്ങളിലുള്ള ഒരു അടുപ്പത്തിന് കൂടി ഈ ഡയറക്ടർ ഉപകരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും ശരി, ഈ ഒരു പരവൂർ കോടതി സമുച്ചയങ്ങളോ കെട്ടിടങ്ങളോ ഉയരുന്നു, ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇനി എന്താണ് ആഗ്രഹം? അല്ല, നമുക്ക് ഇനി അത്യാവശ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കെട്ടിടങ്ങൾ കൂടുക എന്നുള്ളതും കോടതികൾ വരിക എന്നുള്ള സൗകര്യങ്ങൾ കൂട്ടണം. സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കൂടണം. പുനലൂർ പോലുള്ള സമീപ പ്രദേശങ്ങളുടെ ബാറുകളിലെല്ലാം സ്വന്തമായിട്ട് 4 നില കെട്ടിടങ്ങളും ഒരുപാട് കോടതികളും കൂടിയിട്ടുണ്ട്. നമ്മളെ പോലുള്ളൊരു പ്രദേശമാണത്. അതിന് നമുക്ക് കഴിയാതെ പോകുന്നതിൽ വളരെ ഖേദമുണ്ട്. അതിന് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ സഹായത്തോടുകൂടി നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ശ്രമം ഉണ്ടെങ്കിൽ കൂടുതൽ കെട്ടിടങ്ങളും കൂടുതൽ കോടതികളും വരും. അതിനും ചിലപ്പം ഇത് ഒരു നിമിത്തമായി വരട്ടെ എന്ന് വിചാരിക്കും. അതൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ ഡയറക്ടറിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ചും ഈ കോടതികളെക്കുറിച്ചും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ പേര് സുഗതൻ എന്നാണ്. ഞാൻ പഴയ ഇവിടുത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു. അതെ. സാറേ, എത്ര വർഷം ഈ ബാറിൽ? ഞാൻ തുടങ്ങിയ കാലം തൊട്ട് സാറേ നമസ്കാരം. നമസ്കാരം. എന്തായാലും ശരി, സാർ ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആണല്ലേ? അതെ. എത്ര വർഷമുണ്ട് ഈ ബാറിലുണ്ട്? ഞാൻ എന്ന് 95 അപ്പുറത്തെ ബിൽഡിങ്ങിൽ എപ്പോഴാണ് ആരംഭിച്ച അന്ന് മുതൽ തന്നെ എന്തായാലും ശരി, ചരിത്രങ്ങളൊക്കെ താങ്കൾക്ക് അറിയാം. എല്ലാം കൊല്ലത്ത് ആയിരുന്നു. കൊല്ലത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പണ്ട് ഇതിന് മുമ്പ് ഇവിടെ ഒരു കോടതി ഉണ്ടായിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുനിസിപ്പൽ കോടതി ഉണ്ടായിരുന്നു, അതും പോയി. അതിനുശേഷമാണ് ആരംഭിക്കുന്ന ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ അത് 95 കാലയളവിൽ 95-96 കാലയളവിൽ ആരംഭിച്ചു. അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ജില്ലയിലെ മറ്റു കോടതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളുണ്ടോ? ജില്ലയിലെ മറ്റു കോടതികൾ വെച്ച് മാറ്റങ്ങളുണ്ട്, എന്നാലും വലിയ മാറ്റം ഒന്നും പറയാൻ ഒക്കില്ല. കാരണം അത് കഴിഞ്ഞതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതി ഒന്നുകൂടെ ഉണ്ടായി, സ്പെഷ്യൽ. അത് കഴിഞ്ഞ് പിന്നീട് ഫാമിലി കോടതി ഉണ്ടായി, അതൊരു ജില്ലാ കോടതിയാണ്. മാറ്റമില്ല എന്ന് പറയാൻ ഒക്കില്ല, മാറ്റമുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരേണ്ടത്? പ്രധാന MACTയുടെ സിറ്റിംഗ് ഉണ്ട്, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് നിയമം. പക്ഷെ MACT കോടതി വരണം. പിന്നീട് ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയത് പിറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ കോടതി ഉണ്ടായപ്പോൾ അത് യഥാർത്ഥത്തിൽ പരവൂരായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാല് അതിന് കൊല്ലത്തേക്ക് മാറി. അതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കോടതിയുടെ ആ പിറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തീർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തുടർന്ന് വീണ്ടും ജില്ലാ കോടതിയായി നിലനിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു എന്തുകൊണ്ടായിരുന്നു അത് പോകാതിരുന്ന അത് കാരണം ഞങ്ങളെ ബാർ അസോസിയേഷൻ ഇടപെട്ടെങ്കിൽ പോലും അതിനകത്ത് കൊല്ലം ബാർ അസോസിയേഷന്റെ ശക്തമായ ഒരു ഇടപെടലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ മറ്റുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുത്തു. അത് പക്ഷേ അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ കിട്ടിയിരുന്നില്ല. അതാണ് സംഭവിച്ചു പോയത്. എന്തായാലും ചരിത്രങ്ങളെല്ലാം ഈ ഡയറക്ടറിയിൽ കൊടുത്തിട്ടുണ്ട്. ചരിത്രങ്ങളെല്ലാം ഡയറക്ടറി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല പരവൂർ വളരെ സ്കോപ്പുണ്ട്. ഇനിയും കോടതികൾ വരാൻ, സബ് കോടതിയോ അല്ലെങ്കിൽ ജില്ലാ കോടതിയോ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സിവിൽ കേസുകൾ ഉണ്ടായിരുന്നത് പരവൂരും ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നത് കുണ്ടറയും ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാര്യമാണ് വളരെ വർഷങ്ങൾ ഞങ്ങളൊക്കെ തുടങ്ങുന്ന കാലം. അപ്പോൾ ഇപ്പോൾ സിവിൽ കേസുകളുടെ എണ്ണം പൊതുവിൽ എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട്. ആനുപാതികമായ കുറവാണ് ഇവിടെ സംഭവിച്ചത്. എങ്കിൽ പോലും പൊതുവിൽ ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ പോകുന്ന കോടതികളാണ്. എൻ്റെ പേര് വേണുഗോപാൽ, ഇളംകുളം ജെ വേണുഗോപാൽ. ഈ ഡയറക്ടറിയിൽ വളരെ അത്യാവശ്യമായിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ടറി പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോഴും അത് പരിപൂർണമല്ല എങ്കിലും സംവാട്ട് ഓക്കെ. എന്നാലും ഇത് ഈ ഈ കോർട്ട് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിൻ്റെ എല്ലാ വിവരങ്ങളും കോണ്ടാക്ട് നമ്പറും അത് പൊതുജനങ്ങൾക്കും അതുപോലെ കൊളീഗ്സിനും ജുഡീഷ്യൽ ഓഫീസേഴ്സിനൊക്കെ വളരെ പ്രയോജനകരമാണ്. എന്തെങ്കിലും നമുക്ക് കേസിൻ്റെ കാര്യമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഡയറക്ടറി പൊതുവെ അറിയുന്നത്. പ്രത്യേകിച്ച് ഈ കോർട്ട് സെന്ററിൽ വളരെ അംഗങ്ങളൊന്നും ഇല്ല, 150 അംഗങ്ങളേ ഉള്ളൂ. കൊല്ലത്തൊക്കെയാണ് ഒരുപാട്. പക്ഷേ എന്നാലും നമുക്ക് ഇത്രയും വൈകിയെങ്കിലും ഇങ്ങനെ ഒരു ഡയറക്ടറി പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഈ ഡയറക്ടറിയിൽ മുൻകാല ചരിത്രങ്ങളെ കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് പറയാം.
ഡീറ്റെയിൽ അല്ലെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് അത് വരും. ഇപ്പം എൻ്റെ സീനിയർ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് രാജേന്ദ്ര പ്രസാദ് സാർ പറഞ്ഞ പോലെ നമുക്ക് പുറ്റിങ്ങൽ ദുരന്തമായിട്ടുള്ള സംഭവിച്ച ആ കോടതി ജില്ലാ കോടതിയുടെ പവറിലുള്ള ജഡ്ജാണ് ഇരിക്കുന്നത്. ആ കോടതി ഇവിടെ വരേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും അതിലുള്ള വിക്ടിംസ് എല്ലാം ഈ സറൗണ്ടിങ് ഏരിയയിലുള്ളതാണ്. വിക്ടിംസും അതുപോലെ തന്നെ നമ്മളെ ഈ കോർട്ട് സെൻറ്ററിലുള്ള ഈ അഡ്വക്കേറ്റ്സിനും വളരെ പ്രയോജനകരമായിട്ടുള്ളത്. ഇപ്പോൾ അത് കൊല്ലത്തേക്ക് മാറ്റിയതിൽ ഇപ്പോഴത്തെ വിക്ടിംസിനും മറ്റുള്ള കക്ഷികൾക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അത് മാറ്റിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ കൊണ്ടായിരിക്കും മാറ്റിയെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഒരുപക്ഷെ ഇത് ഇവിടെയുള്ള പൊതുജനങ്ങൾക്കും പിന്നെ ഈ കോടതിയിൽ എത്തുന്നവർക്കും ഒക്കെ ഉപകാരമാണ് എങ്കിൽ പോലും ഇത് വായിക്കേണ്ടത് അധികാരികൾ തന്നെയാണ് അല്ലേ? അതെ, തീർച്ചയായും ആവശ്യങ്ങൾ കൂടി ഉണ്ടാകും. തീർച്ചയായിട്ടും. ഇതില് നമ്മുടെ പ്രധാനമായിട്ട് അറിയാൻ കഴിയുന്നത് അഡ്വക്കേറ്റ്സിന്റെയും പിന്നെ അവരുടെ ക്ലർക്കിന്റെയും പിന്നെ അവരുടെയൊക്കെ കോൺടാക്ട് നമ്പറുകൾ പോലീസ് സ്റ്റേഷനുകൾ മറ്റുള്ള പ്രധാനപ്പെട്ട വില്ലേജ് ഓഫീസുകളുടെയും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട. പക്ഷേ ഞങ്ങൾക്കത് വായിച്ചു മനസ്സിലായത് നിങ്ങളുടെ കുറെ പരാതികൾ ആവശ്യങ്ങൾ അത് അധികാരികളിൽ എത്തുക. തീർച്ചയായും ലക്ഷ്യമുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഒരു കോർട്ട് കോംപ്ലക്സ് വരണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2 കോടി കൂടുതൽ ഇവിടെ അനുവദിച്ചിട്ട് പോലും നമുക്ക് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ ഒരു പരാതി കൂടി അതിനകത്തില്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ തീർച്ചയായും ഇത് ജനങ്ങളിലേക്ക് എത്തണം. എങ്ങനെയാണ് നിങ്ങൾ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പ്രധാനപ്പെട്ട വാണിജ്യ സ്ഥാപനങ്ങളിലെല്ലാം ഇതിന്റെ ഒരു കോപ്പി വെച്ച് കൊടുക്കും. പോലീസ് സ്റ്റേഷനുകളും മറ്റുള്ള എല്ലാ വില്ലേജ് ഓഫീസുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളെല്ലാം കൊടുക്കും. സ്വാഭാവികമായിട്ട് അവരെല്ലാം മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങളെല്ലാം. ഈ ആവശ്യമെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രിന്റ് തീർച്ചയായിട്ടും ആവശ്യം വന്നു കഴിഞ്ഞാൽ കോപ്പി കൊടുക്കും. അതെ. ആരുമായാണ് ബന്ധപ്പെടേണ്ടത്? ബാറുമായിട്ട്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമസ്കാരം. എങ്ങനെയാണ് താങ്കളുടെ പേര്? രേഖ എന്നാണ്. അഡ്വക്കേറ്റ് രേഖ അല്ലേ? ഇന്ന് പരവൂർ മുനിസിപ്പൽ കോടതിയിൽ വെച്ച് വലിയൊരു ചടങ്ങ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്? വളരെ സന്തോഷമുണ്ട്. കാര്യം എന്ന് വെച്ചാല് കൊല്ലം ബാറാണ് ഇതിന്റെ ഒരു മെയിൻ ഹെഡായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പരവൂർ ബാർ അസോസിയേഷൻ ഉള്ളത്. പക്ഷെ ഇവിടെ ഒരു ഡയറക്ടർ ഉണ്ടാകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന ഭാരവാഹികളൊന്നും ഇതിന് മുൻനിർത്തിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ നമ്മളൊരു 10 വർഷത്തോളം നമുക്ക് പരവൂർ ബാർ അസോസിയേഷനെ കുറിച്ച് അറിയാം. പക്ഷേ ഒരു കോർഡിനേഷൻ എന്ന രീതിയിൽ ഒരു ഭാരവാഹികളും വന്ന് നേതൃത്വം കൊടുത്തിട്ടില്ലായിരുന്നു ഇത്തരം സംഭവങ്ങൾക്ക്. ഇത് ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് വളരെ സന്തോഷം. അതെ തീർച്ചയായിട്ടും.